ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 231 പോയിന്റും S&P 38 പോയിന്റും നാസ്ഡാക്ക് 175 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് നിഫ്റ്റി 48 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്, ക്ലോസ് ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എൻഗൾഫിംഗ് ആണ്. മെനഞ്ഞാത്ത ക്യാൻഡിലിൻ്റെ കൃത്യമായിട്ട് ഉള്ളിലാണ് ഇന്നലെ ലോയും ഹൈയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എൻഗൾഫിംഗ് ആണ്. മാർക്കറ്റിൽ ഒരു സൈഡ് വൈസിനുള്ള സാധ്യതയാണ് ഇന്നും മാർക്കറ്റിലുള്ളത്. ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടണം മുകളിലോട്ട്. അതായത് ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും റേഞ്ച് മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്കൗട്ട് കിട്ടിയാലേ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇന്നും ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു സൈഡ് വൈസിനുള്ള സാധ്യത ഇന്നത്തെ മാർക്കറ്റിലുണ്ട്. നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം. 15 മിനിറ്റിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. താഴോട്ട് മാർക്കറ്റ് വന്നിട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ തിരിച്ച് മാർക്കറ്റ് കയറി. ഇന്നത്തെ ലെവല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 400 425 ലെവൽ. മുകളിലോട്ടുള്ള ലെവല് 570 തന്നെയാണ്. ഓക്കെ, മാർക്കറ്റ് ഇന്നും ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. മെനഞ്ഞാന്നത്തെ ക്യാൻഡിൽ, അതായത് ചൊവ്വാഴ്ചത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. ഈ ഒരു റേഞ്ചിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. 7 തീയതിയും 7, 8 തിങ്കളും ചൊവ്വയും ഈ 2 ദിവസം ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. ഈ ഒരു റേഞ്ച് അതിന് പിന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിൽ നിന്ന് താഴോട്ട് ഡൗൺ ട്രെൻഡിലോട്ട് വന്നിട്ടിരിക്കുന്ന മാർക്കറ്റ് ഇവിടെ വെച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈന് മുകളിൽ നിന്ന് വന്ന ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടി, പിന്നെ താഴോട്ട് വന്നു. ഇന്നലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതെന്ന് പറയുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ തിങ്കളും ചൊവ്വയും സൈഡ് വൈസ് പോയ ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈന് താഴോട്ട് വന്ന ട്രെൻഡ് ലൈനും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു കോൺഫ്ലുവൻസ് ട്രേഡിംഗ് ആണ്. അതായത് നമുക്ക് 2 സപ്പോർട്ട് അവിടെ മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് പ്രീവിയസ് റെസിസ്റ്റൻസ് 2 ദിവസം കൺസോൾട്ടേഷൻ ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയി, പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ ഒരു ലെവല് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. പിന്നെ ആ ഒരു ട്രെൻഡ് ലൈനും താഴോട്ട് വന്ന ട്രെൻഡ് ലൈനും ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയി, പിന്നെ താഴെ വരുമ്പോഴത്തേക്കും അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇന്നത്തെ ദിവസം ഈ ഒരു ഏരിയ, ഈ ഒരു സപ്പോർട്ടും ഈ ഒരു ട്രെൻഡ് ലൈനും, അതായത് 25 423 ഈ ഒരു ട്രെൻഡ് ലൈനും താഴെ 15 മിനിറ്റ്സിൽ താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഫോളിനുള്ള സാധ്യത അവിടെയുണ്ട്. 25423 15 മിനിറ്റിൽ താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വരിക 25 330, പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 25 264. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 332, പിന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25 264. മുകളിലോട്ട് ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടണം. 25 574 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25 645 വരേക്കും പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 720 ആണ്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് മിക്കവാറും
ഇന്നും കൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ മുകളിലോട്ടോ താഴോട്ടോ സ്ട്രോങ് ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ടോ താഴോട്ടോ എൻട്രി നോക്കാം. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. മൈ ഗോഡ്, സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ FIS 77 കോടിക്ക് ബൈ ചെയ്തു. സ്റ്റോക്സിൽ 77 കോടി FIS ബൈയിങ്ങും DIS 921 കോടിക്ക് രണ്ടുപേരും ബൈയിങ് ആണ് സ്റ്റോക്ക്. ഇന്നലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് എക്സ്പയറി ആണ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്ന മാർക്കറ്റ് ഇന്ന് മിക്കവാറും ഒരു സൈഡ് വൈസിന് തന്നെയായിരിക്കും, ഒരു റേഞ്ച് കൊണ്ട് മാർക്കറ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും മാർക്കറ്റിൽ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പ്രീമിയം DK ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുക. റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് സ്കാൽപ്പ് ചെയ്ത് ഇന്നത്തെ എക്സ്പയറിയിലാണ് നോക്കുന്നതെങ്കിൽ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കുക. സൈഡ് വൈസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആകാനാണ് സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇന്നലത്തെ മാർക്കറ്റിൽ ഏറ്റവും താഴത്ത് ഞാൻ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും താഴെ ഒന്നിൽ ഇവിടെ സപ്പോർട്ട് എടുക്കും, പിന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതുവരെ ഫസ്റ്റ് രാവിലത്തെ ഓപ്പണിംഗ് തന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിയത്. റെസിസ്റ്റൻസ് വരയ്ക്കും പോയില്ല. 25,562 താഴെ ഏകദേശം 546 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് രാവിലെ തൊട്ട് തന്നെ. അവിടെ നിന്ന് പിന്നെ നേരെ ഉച്ചയ്ക്ക് ശേഷം 2:30 മണി കഴിഞ്ഞിട്ടുള്ള ഫോളിൽ ഏറ്റവും താഴത്തെ സപ്പോർട്ടിൽ നിന്നാണ് പിന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. ഇന്ന് ഞാൻ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും മാത്രമേ വരച്ചിട്ടുള്ളൂ. ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,421, 25,407. ഏറ്റവും മുകളിലത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് 25,538, 25,552. നാരോ CPR ആണ് 25,479 തൊട്ട് 25,486 വരയ്ക്കും നാരോ CPR ആണ്. നാരോ CPR ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 ലെവൽസ് വരച്ചിട്ടുള്ളത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽസ് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. മിക്കവാറും ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.